ഹലോ ഫ്രണ്ട്സ്, എനിക്കുണ്ട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് December 31, 2025 അവസാനത്തെ ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാം. പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നതിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ എന്താ പറയുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കുട്ടി വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. ഞാൻ ഇന്ന് വർക്കിംഗ് ആണ്. ഞാൻ ഹാഫ് ഡേ വർക്കിംഗ് ആട്ടോ. ഒരു ഉച്ചയ്ക്കാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മൾ ലണ്ടൻ പോകുന്നുണ്ട്. നമ്മൾ ന്യൂ ഇയർ ആഘോഷവും കാര്യങ്ങളൊക്കെ ലണ്ടനിലാട്ടോ നടക്കുന്നത്. പക്ഷേ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പോകുന്നതിന് മുമ്പ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അജയ് ചേട്ടനും അവിയും എഴുന്നേറ്റിട്ടില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത് ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. പോകുന്നതിന് മുമ്പ് തുണിയൊക്കെ നനച്ചിടണം, ഇല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഇടാനൊന്നും കാണത്തില്ല. അപ്പോൾ ആ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റു, എൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ പോകാനുള്ള സാധനങ്ങളൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ആഘോഷവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അവയ്ക്ക് വെക്കേഷൻ തുടങ്ങിയ പിന്നെ ഞാനും അജയ് ചേട്ടനും അവ എഴുന്നേക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടോ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മീറ്റിങ്ങിന് കയറാനുള്ള സമയം. പിന്നെ ഓടി പിടിച്ച് വന്ന് മീറ്റിങ്ങിന് കയറുമായിരുന്നു കേട്ടോ ചെയ്തത്. ഇപ്പോൾ ഓഫീസിൽ എല്ലാവരും തന്നെ ഹോളിഡേയിലാണ്. ഞങ്ങളാകെ 3 പേര് മാത്രമായിരുന്നു കേട്ടോ ഇന്ന് വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പൊതുവെ ഇവിടുത്തെ ആൾക്കാർ ഇതൊരു ബ്രേക്ക് ടൈമായിട്ടോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒരു ബ്രേക്കായിട്ട് അവർ എടുക്കുന്നത്. പിന്നെ ഈ വർഷം പ്രതീക്ഷിക്കാതെ നാട്ടിൽ വന്ന കാരണം എൻ്റെ കയ്യിൽ മിച്ച ലീവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ പബ്ലിക് ഹോളിഡേ അല്ലാത്ത എല്ലാ ദിവസവും തന്നെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെ എൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയാറൊക്കെ ആയപ്പോഴത്തേക്കും അവി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണ്ടേ ഫുഡ് വേണോ എൻ്റെ കൊച്ചിനെ? പല്ല് തേക്കണ്ടേ? പല്ല് തേക്കോടി വേണോ? ഫുഡ് ഇട്ടുണ്ടോ? നീ സ്കൂളോ? സ്കൂളില്ല. കൊച്ചു ട്യൂഷൻ എടുക്കും ഇനി സ്കൂള് പോവാൻ. നമുക്കിനി ലണ്ടൻ പോയാലോ? ഫുഡൊക്കെ കഴിച്ചിട്ട് ബാത്തൊക്കെ ചെയ്തിട്ട് ലണ്ടൻ പോവാം. അപ്പോഴല്ലേ ഫയർ വർക്കൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് കണ്ണൻ ഇവിടെ നിന്ന് നോക്കട്ടെ അമ്മ. ഒരു മിനിറ്റ്. നമുക്ക് പോയി പല്ലേക്കാം. വേണ്ടേ? പല്ല് തേക്കാണ്ട് ദോശ തരില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ഇനി ഞങ്ങളുടെ ദേശീയ ഭക്ഷണമായ ദോശ കഴിക്കാൻ പോവാട്ടോ. അജയ് ചേട്ടൻ എഴുതിട്ടില്ല. അജയ് ചേട്ടന് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അവയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അജയ് ചേട്ടൻ ദോശ ചുട്ടു വെച്ചേക്കാനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും മല്ലയോ? നമ്മള് കാത്തറിന്റെ വീട്ടിൽ പോവോ? എന്നിട്ട് അവ എന്ത് ചെയ്യും? എനിക്ക് കുറച്ചും കൂടെ പണിയൊക്കെ തീർക്കാനുണ്ട് കേട്ടോ. എന്റെ പണി മൊത്തത്തിൽ അങ്ങ് തീർന്നില്ല. ഒരു മീറ്റിംഗും കൂടി ഉണ്ട്. ഒരു മീറ്റിംഗേ കഴിഞ്ഞുള്ളൂ. ഇനി ഒരു മീറ്റിംഗും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ഐശ്വര്യൻ എഴുതിയിട്ട് കഴിയുമ്പോൾ പിന്നെ അവനെ ഹാൻഡിൽ ചെയ്തോളും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വേണം ഇന്ന് ലോഗ് ഓഫ് ചെയ്യാനായിട്ട്. കുറച്ച് പണിയും കൂടി ഉണ്ട്. യൂഷ്വലി വെനസ്ഡേ കുറച്ച് എന്താ പറയുക ബിസി ആയിട്ടുള്ള ദിവസമാണ് ഞങ്ങൾക്ക് ഓഫീസിൽ പൊതുവെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ടും കൂടെ മീൻസ് ഹാഫ് ഡേ ആണല്ലോ. അപ്പൊ പെട്ടെന്ന് പണികൾ ബലൂൺ ഇല്ല. ബലൂണൊക്കെ ഫിനിഷ് ആയി. എല്ലാം തീർന്നു. ഇനി എവിടുന്ന് ബലൂൺ മൂടി നീക്കി വെക്കണം. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ അവയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അവിനെ റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി റെഡിയാകാൻ വേണ്ടി. അവന്റെ കാര്യം ഒരു കത്രികയുണ്ട്. അത് വെച്ച് ഇവിടെ ഉള്ള പ്ലാസ്റ്റിക് ഒക്കെ കട്ട് ചെയ്യലാണ് അവന്റെ പുതിയ ഇപ്പോഴത്തെ എന്റർടൈൻമെന്റ്. ഈ കത്രിക പിടിക്കാനൊക്കെ പഠിച്ച കഴിഞ്ഞപ്പോഴേ ഭയങ്കര അറിയില്ല, ഇപ്പൊ അതിനോടുള്ള ഭയങ്കര ക്രേസ്. എന്ത് കിട്ടിയാലും കട്ട് ചെയ്യണം എന്നുള്ളൊരിതാണ്. അപ്പം അവിടെ എന്തോ പ്ലാസ്റ്റിക് ഉണ്ടോ അത് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവി കുളിച്ചു. ഇനി അവീനെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണം. എന്നിട്ട് വേണം എനിക്ക് റെഡി ആവാൻ കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് ഇപ്പം. കണ്ടോ, എവിടുന്നോ ഏതോ പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് വന്നതാ.
No. Pant it. Plastic. It's a plastic. I know. Kali get it. It's got here. You have Kali get it. the plastic plate. We make an airplane. ഈ കാര്യം കേട്ടോ. ഓൾറെഡി നമ്മൾ തെർമൽ വെയർ ഇട്ടിട്ടാട്ടോ ഈ ഡ്രസ്സ് ഇടുന്നത്, ഇല്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ പാൻറ് ഒന്ന് മാറണം. ഈ പാൻറ്റിന് ഒട്ടും കട്ടിയില്ല. അപ്പം വെളിയിൽ പോകുന്നതിന് മുമ്പ് പാൻറ്റൊക്കെ മാറിയിട്ട് വേണം പോകാൻ. ഇപ്പം പോകുന്ന വഴിക്ക് ഇത് എത്രത്തോളം കുളവാകുമെന്ന് അറിയത്തില്ലാത്തതാണ് ഞാനൊരു ഇതാണ് ഇട്ടിച്ചത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മാറാം. ഇപ്പം അവ ഇങ്ങനെ നടക്കുക. പോകാൻ നേരത്ത് നമുക്ക് എൻ്റെ മുകളിലത്തെ ഡ്രസ്സ് ഇടാം. ഓക്കെ, കത്രിയോടെ കൊണ്ട് വെക്കാം. അച്ചിപ്പം അടിച്ചു വരുന്നത് എവിടെ. ഓക്കെ, കുളവാക്കരുത്. അപ്പം ഞാനിവിടെ പോയി ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. അജീശ്വരൻ കുളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനും റെഡി ആവട്ടെ. അന്നത്തേക്ക് അശ്വരൻ നടന്നു. കുപ്പി എടുത്തോണ്ട് വാ. ഓക്കെ, ഗുഡ് ബോയ്. അമ്മയുടെ കുപ്പി എടുത്തോണ്ട് വരാവോ എന്നാ. വെക്കാനൊന്നുമില്ലല്ലോ. അച്ഛനെ വേണ്ട, അമ്മയുടെ മതി. അങ്ങനെ ഞങ്ങളുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ റെഡി ടു ഗോ. ഞാൻ ഇപ്പം ജസ്റ്റ് ഒരു ഡ്രസ്സ് ആക്കി ഇട്ടിട്ടുള്ളൂ. ഇനി കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ ചെന്നിട്ട് എന്താണേലും മാറണം. ട്രാവൽ ചെയ്യുമ്പോൾ എന്താണേലും അപ്പടി ഇതാവും. അപ്പം അവിടെ ചെന്നിട്ട് മാറാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാണ്ട് ഞങ്ങൾ റെഡിയായി. ഇനി ഇറങ്ങുക കേട്ടോ. ഏകദേശം ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തുമായിരിക്കും. 12 മണിക്കാണ് പരിപാടിയൊക്കെ. അപ്പം നമുക്ക് അവിടെ ചെന്ന് 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിയാലും മതി. അപ്പൊ നമുക്ക് നല്ല ഇറങ്ങാം. വീടിൻ്റെ അകത്ത് വെച്ച് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഹീറ്റർ ഇട്ടേക്കണ കാരണം. അതുകൊണ്ട് അവയോട് ജാക്കറ്റിൻ്റെ സിബ് ഇടണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്ക് നന്നായിട്ട് തണുക്കാൻ തുടങ്ങി. ഓടി എൻ്റെ അടുത്ത് വരുമായിരുന്നു, സിബ് ഇട്ട് തരാമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി സിബൊന്നും ഇടാൻ നിൽക്കണ്ട, പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിക്കും, നമ്മൾ പോവാണല്ലോ, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞായിരുന്നു. ഏകദേശം 3 ഡിഗ്രി ആയിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും -3 1 ഏതാണ്ടാണ് ടെമ്പറേച്ചർ, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ തന്നെ അവിനെ പെട്ടെന്ന് തന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി. അങ്ങനെ നമ്മുടെ പരിപാടികളും കാര്യങ്ങളും എല്ലാം തീർത്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതാണ്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 2.5-3 മണിക്കൂറുണ്ട് കേട്ടോ ലണ്ടനിലേക്കാം, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാം. അപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഏകദേശം 3 ഡിഗ്രിയൊക്കെയാണ് ടെമ്പറേച്ചർ. ഫീൽസ് ലൈക്ക് എത്രയും ഞാൻ നോക്കിയില്ല, ഏകദേശം -1 or 2 ഒക്കെ ആയിരിക്കും ഇപ്പോൾ ടെമ്പറേച്ചർ എന്താണേലും. അപ്പം നമ്മൾ ഇനി ഏകദേശം 1 മണിയായിട്ടുണ്ട്. പോണ വഴിക്ക് ലഞ്ച് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ലേറ്റ് ആയിട്ട് കഴിച്ചാണ്, ആർക്കും ഇപ്പോൾ വിശക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി. പക്ഷെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇനി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. 5 മണിയിലും മുമ്പ് എത്തുമായിരിക്കും. പിന്നെ ഇന്നത്തെ ട്രാഫിക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ന്യൂ ഇയർ ഈവനിങ് അല്ലേ, അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാവരും അങ്ങോട്ട് ട്രാവൽ എന്താ പറയണേ. അവി സെറ്റായിട്ടുണ്ട്. അവി ഇപ്പം എന്താണേലും ഉറങ്ങും, കാരണം ഉറങ്ങണ സമയമൊക്കെ ആയിട്ടുണ്ട് അവി. അപ്പം നമ്മൾ പോട്ടെ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ഇന്നത്തെ ന്യൂ ഇയർ ഈവനിങ്ങും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്കൊക്കെ ശേഷം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടു. അപ്പം നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഗ്രെക്സും ഉണ്ട്, ബർഗർ കിങ്ങും ഉണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി നിർത്തിയില്ല, നമ്മൾ പോയി ലഞ്ച് കഴിക്കട്ടെ. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. നന്നായിട്ട് വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം, മോട്ടോവേയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം എല്ലായിടത്തും സർവീസസ് കാണും കേട്ടോ. സർവീസസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ പാർക്കിങ്ങും അത് കൂടാത്തതിന് അതിൻ്റെ കൂടെ പെട്രോൾ പമ്പും എല്ലാം കൂടെ കൂടിയതായിരിക്കും കേട്ടോ സർവീസ് എന്ന് പറയുന്നത്. അപ്പം തന്നെ നമ്മൾ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗറും കുറച്ച് ഫ്രൈസും ഒക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 2 മണിക്കൂറും 24 മിനിറ്റും ഉണ്ട് നമ്മളവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ സൂര്യൻ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നല്ല വെയിലുണ്ട്. പിന്നെ കാറിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2.5 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ എത്തും. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ പോയി കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു.
നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്ന് തന്നെയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിയൊന്ന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതും അജയ് ചേട്ടൻ വണ്ടി ഓടിക്കുന്ന കാരണവും രണ്ടുപേർക്കും ഉറക്കമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഓരോരോ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞ് എൻ്റെ ഉറക്കം മൊത്തം പോയി. പിന്നെ ഓരോരോ സ്ഥലം എത്തുമ്പം അവയ്ക്ക് ഓരോരോ ഡൗട്ടുകളായിരുന്നു. ഇതൊക്കെ ക്ലിയർ ആയിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയി വീട്ടിലകത്തേക്ക് കയറിയില്ല കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും തണുപ്പില്ലായിരുന്നില്ല. പിന്നെ വഴിയിൽ ഏതോ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. പട്ടി ബൈക്കൊക്കെ അച്ഛൻ്റെ കൂട്ടോ അച്ഛേട്ടോ വരുമല്ലേ? അപ്പം തന്നെ ഞങ്ങൾ വീട്ടിൽ കയറട്ടെ. കാരണം നല്ല തണുപ്പുണ്ടെന്ന് വെച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അപ്പം ഇനി വെട്ടത് വീട്ടിൽ പോടെ നല്ല തണുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പിള്ളേർ അവരുടെ കളിയും പരിപാടിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്തമാനം പറയലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവർ നമ്മൾ വരുന്ന പ്രമാണിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്തമാനത്തിനൊക്കെ ശേഷം ഇതായിരുന്നു കേട്ടോ പരിപാടി, ഫുഡ് അടിക്കൽ. എല്ലാവരും കൂടെ കൂടിയിരുന്ന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ. നല്ല പൊറോട്ടയും അതുപോലെ തന്നെ ബീഫും ഉണ്ടായിരുന്നു, പോട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡിന്നർ. പിള്ളേർക്ക് ഫുഡ് കൊടുക്കലും നമ്മുടെ ഫുഡടിയും എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സമയം 7-7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് പോയി റെഡി ആവണം. കാരണം നമുക്ക് ലണ്ടനിൽ പോകണമല്ലോ. ഇവിടുന്ന് ഏകദേശം 9-9:30 ആകുമ്പോൾ കേട്ടോ ട്രെയിൻ ഉള്ളത്. അതിന് പോയില്ലെങ്കിൽ നമുക്കവിടെ എൻട്രി 10:30 വരെ ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. പിന്നെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുമുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി റെഡി ആവുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താണ്ടേ ഞങ്ങൾ പോവാൻ വേണ്ടി റെഡിയൊക്കെ ആയിട്ടുണ്ട്. അവി ഇനെ കണ്ടാൽ ടെററിസ്റ്റ് പോലെയല്ലേ. ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അവി റെഡി ആയിട്ടോ. അപ്പൊ നമുക്ക് ഇനി ലണ്ടനിൽ പോയിട്ട് കാണാം. അങ്ങനെ കണ്ടേ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടോ. ദേശേട്ടനുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഏകദേശം -1 ഡിഗ്രിയിലാട്ടോ നിൽക്കുന്നത്. എല്ലാവരും പല ലെയറുകളും ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ പിടിച്ച് വാട്ടർലൂ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ എന്താണ്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടും ക്രിസ്മസ് ട്രീ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നേരെ നടന്ന് കിടന്ന് നമ്മൾ ലണ്ടൻ ഐയിലേക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ മുതലേ ഇവിടെ ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തും നമുക്ക് എങ്ങോട്ടാണ് പോകണ്ടേന്നുള്ളതിൻ്റെ എല്ലാ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലണ്ടനിലെ ന്യൂ ഇയർ ഫയർ വർക്ക് കാണാൻ വേണ്ടി പോവാട്ടോ. നല്ല തണുപ്പുണ്ട്. ഏകദേശം -2 -3 ഡിഗ്രി ഒക്കെ ആട്ടോ ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ അയച്ചേട്ടാ പോ, വെറുതെ സെക്യൂരിറ്റി നിൽക്കണു ഇവിടെ ഉണ്ടല്ലോ. സത്യം ഇത്രയും നേരം ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അന്നേരം ഒന്നും പോകണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ വളഞ്ഞു പോകട്ടെ. ഇവർ കുറേ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വലിയ എന്താ പറയുക, നമ്മൾ അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളി പെരുന്നാളിനോ ഇല്ലെങ്കിൽ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇങ്ങനെ വഴി കെട്ടിയിട്ട് കുറേ തിരിക്കില്ല. അങ്ങനെ കുറേ തിരിച്ച് വെച്ചേക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചാടാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ സെക്യൂരിറ്റി ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു, അവർ പിടിച്ചു. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ നമ്മൾ പോകുന്നത് ലണ്ടനിലെ ലണ്ടൻ ഐയുടെ അവിടെയുള്ള ഫയർ വർക്ക് കാണാനാട്ടോ. ഇവിടുത്തെ ഫേമസ് ഫയർ വർക്കാണ്. അപ്പോൾ നല്ല ഞാൻ പറയല്ലോ നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം ഞാൻ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല തിരക്കാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. നടക്കുന്ന വഴിയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കും ഇങ്ങനെ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും തന്നെ ബോർഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് 3 റേഞ്ച് ഓഫ് ടിക്കറ്റാട്ടോ വരുന്നത്. ഒന്ന് വൈറ്റ്, ഗ്രീന്, അതുപോലെ തന്നെ ഓറഞ്ചാണ് വരുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൈറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് വൈറ്റ് ഗേറ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പോകാനുണ്ടായിരുന്നത്. 10:30 വരെയായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം 10-20 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ടിക്കറ്റ് കാണിക്കുന്ന ഒരാളെ കാണിച്ചാൽ പോരാ, ഏകദേശം ഒരു 6 റൗണ്ട് ഓഫ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാട്ടർലൂന്ന് ഇവിടം വരെ ഏകദേശം ഈ ഒരു ക്യൂ ഫോളോ ചെയ്തായിരുന്നു നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ടി നമ്മൾ അകത്ത് കയറി. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഗേറ്റ് ടിക്കറ്റ് ആയിരുന്നല്ലോ. ഇത് വരുന്നത് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജിൽ നിന്നിട്ടോ നമ്മൾ കാഴ്ചകൾ കാണുന്നതെല്ലാം. പിന്നെ വൈറ്റ്
ഓറഞ്ചും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോരോ റേറ്റ് ആട്ടോ. നമുക്ക് ഏകദേശം ആയിട്ടുണ്ടായിരുന്നത് 45 പൗണ്ടാണ് ഒരാൾക്ക്. പിള്ളേർക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 2 മാസം, രണ്ടല്ല, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്തപ്പോഴായിരുന്നു കേട്ടോ ഈ ഒരു റേറ്റ്. നമ്മൾ കുറച്ചും കൂടെ, അതായത് ഇത് ന്യൂ ഇയറിനോട് അടുത്തടുത്ത് വരുമ്പോഴത്തേക്കും ടിക്കറ്റിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ ഇന്നത്തെ രാത്രിയിലൊക്കെ ടിക്കറ്റ് ഈ ബ്ലാക്കിൽ വിൽക്കാനൊക്കെ കാണും. പക്ഷെ അതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വൈബാണ്. നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് തുള്ളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പറഞ്ഞ പോലെ തന്നെ ഈ ലണ്ടൻ ഐയും പിന്നെ അവിടുത്തെ ഏരിയയും ഒക്കെ ലൈറ്റിങ് ചെയ്തേക്കുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കത്തില്ല ഈ ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ ഇങ്ങനെ ആകർഷിച്ച്, അതായത് പിന്നെ വരാൻ തോന്നുന്ന രീതിയിലാണ്. കുറേ നേരത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവ നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്നു. കറക്റ്റ് 12 മണിയായപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ വൈബ്. Around in 2025, shall we? Check it out now. ഏകദേശം 15 മിനിറ്റ് ആട്ടോ ഈ വെടിക്കെട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി മ്യൂസിക്കും ഉണ്ട്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വന്ന് കാണണം. പിന്നെ എല്ലാ വർഷവും ഒന്നും വരാനുള്ളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവി കുറച്ചൊക്കെ പോസ് ചെയ്ത് തന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ആ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പിന്നെ ഫയർ വർക്കും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കാരണം കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇതെപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെയായിരുന്നു കേട്ടോ അവന് കൂടുതലും. ഈ ഫയർ വർക്ക് കൂടാതെ ചില വർഷങ്ങളിൽ ഇവിടെ ഡ്രോൺ ഷോയും ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. ഈ വർഷം ഏതായാലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ എല്ലാം കഴിഞ്ഞു. എല്ലാവരും പയ്യെ പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഫയർ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വാട്ടർലൂ സ്റ്റേഷൻ എത്തിയിട്ടോ. ഇവിടം വരെ നടന്നാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഈ കുഞ്ഞു കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ചെറിയ സോസേജും അതുപോലെ ചായയും കോഫിയും ഹോട്ട് ചോക്ലേറ്റും ഒക്കെ വാങ്ങിക്കാൻ തന്നെ കേട്ടോ. ഞാൻ പറയല്ലോ, നല്ല തണുപ്പുണ്ടായിരുന്നു. എൻ്റെ കാലൊക്കെ നന്നായിട്ട് വേനെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നന്നായിട്ട് ലെയർ ചെയ്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം. ഞാൻ ഓൾമോസ്റ്റ് 2-3 ലെയർ തെർമൽസ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കാലിന് നല്ല വേനെടുക്കുമായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ നിന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം പോയി പിള്ളേരെ കൊണ്ട് പോയി ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തണുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറയണത് എത്രത്തോളം കേൾക്കണമെന്ന് മനസ്സിലാവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ട്രെയിൻ പിടിച്ച് നേരെ വീട്ടിൽ ചെല്ലും. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും. ഏകദേശം 12:30 ആയിട്ടോ സമയം. ഇവിടെ ആകെ ഈ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആ ഓക്കെ, എൻ്റെ ഇതാ കൂപ്പൺ. അപ്പോൾ ഞങ്ങൾ പോയി ട്രെയിൻ പിടിക്കട്ടെ കേട്ടോ. പ്ലാറ്റ്ഫോം 7-ൽ ഇപ്പോൾ തന്നെ ട്രെയിൻ വരും. അങ്ങനെ തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലെത്തിയിട്ടോ. നല്ല പരിപാടിയായിരുന്നു. പക്ഷേ ഏകദേശം 15 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫയർ വർക്ക്. അതുകൊണ്ട് ഒരു 1 ടൈം വാച്ചബിളാന്ന് ഞാൻ പറയും. പക്ഷേ എല്ലാ പ്രാവശ്യമൊന്നും പോകാം. പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പത്ത് പോയി നിന്ന് 15 മിനിറ്റ് കാണാനേ ഉള്ളായിരുന്നുള്ളൂ. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ്ട് എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഹാപ്പി ന്യൂ ഇയർ വരുന്ന എല്ലാവർക്കും. അതായത് എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു ന്യൂ ഇയർ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.